ആ ഈ ഫോൺ കണ്ടപ്പോഴാണ് ആലോചിച്ചത്. അവൻ വിളിച്ചിരുന്നു. മൂന്നാറ് ഉടനെ പോണം. ഉടനെ പോണമെന്ന് 3 ദിവസത്തേക്ക് പോകാൻ തീരുമാനിച്ചില്ലേ? പിന്നെന്താ? 3 ദിവസം ഒക്കെ ആണല്ലോ. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഐ മീൻ അവിടുത്തെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാ പറഞ്ഞേ? ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതിനു മുന്നേ എന്താ പറഞ്ഞത്? 3 ദിവസത്തേക്ക് ബുക്ക് ചെയ്തെന്ന്. 3 ദിവസത്തെ കാര്യം ടോമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. 3 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിപ്പോ. ടോം എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കിനി ലീവ് ഇല്ലല്ലോ, 2 ദിവസമല്ലേ ഉള്ളൂ. അത് ഓഫല്ലേ, 1 ദിവസം ലീവ് എടുത്താ പോരെ. ടോം എനിക്ക് ലീവ് കിട്ടത്തില്ല. ടോമിന് അറിയത്തില്ല എന്റെ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ. ഇത് എല്ലാ ആഴ്ച പോണ കാര്യമല്ലേ, ഒറ്റ പ്രാവശ്യത്തെ കാര്യമല്ലേ. 2 ദിവസത്തേക്കാണെങ്കിൽ വരാൻ പറ്റും, അല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. ലീവ് കിട്ടത്തതുമില്ല. എനിക്ക് ഇനി അവരെ വിളിച്ച് പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. നാളെ ടോം ഒറ്റയ്ക്ക് പോ. ഒന്നാമത് അയാൾ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് നാളെ എത്തും. എന്നിട്ട് മൺഡേ ഓഫീസിൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്റെ ഉള്ള ജോലിയും കൂലിയും കൂടെ പോകും. പിന്നെ 2 പേർ കൂടെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ജീവിതകാലം വരെ ഇവിടെ നിൽക്കാം. നീ ആരെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്? എന്റെ കാര്യം. ആരാണ് ഇപ്പൊ പറഞ്ഞത്? ബോസ്, അല്ലാണ്ട് വേറെ ആര്? ഈ ട്രിപ്പ് പോണാൽ ഇവന്റെ കാര്യം പറയേണ്ട കാര്യം എന്താണ്? ഒരു ബോസ്, ഒരു വേറെ ആർക്കും ഇല്ലാത്ത പോലെ നീ മാത്രമേ ജോലി കിട്ടുള്ളൂ, വേറെ ജോലി കിട്ടും. ഈ വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ആ ജോലി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. നമ്മൾ അതിന് മുമ്പൊക്കെ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് വിഷയമല്ലല്ലോ. എന്തായാലും ഞാൻ വരത്തില്ല. വരൂലേ? പിന്നെ നീ എന്താന്ന് വെച്ചാ ചെയ്യും. ഇതെവിടെ പോന്ന്? ഞാൻ പോണു. എങ്ങോട്ട്? ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. നിനക്കെന്ത്? നീ അല്ലേ വലിയ ബോസിനൊക്കെ ഡീൽ ചെയ്യുന്ന ആള്. നീ ഇതും കൂടെ അങ്ങ് ഡീൽ ചെയ്താൽ മതി. പിന്നെ അവര് വരുമ്പോ ആര് വിളമ്പി കൊടുക്കും? നീ വിളമ്പി കൊടുക്കുന്നു. വിളമ്പി കൊടുക്കുക, വാരി കൊടുക്കുക ചെയ്യും. അത് തന്നെ എനിക്കും പറഞ്ഞത്. വിളമ്പി കൊടുക്കുക, വാരി കൊടുക്കുക, എങ്ങനെ വെച്ചാൽ സൽക്കരിച്ചോ. ടോം വരുത്തി വെച്ച കാര്യങ്ങളാണല്ലോ, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സന്തോഷം. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, ഇരിക്കാം ആന്റി. ഓ, കാര്യായിട്ടാണല്ലോ. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ എന്റെ അമ്മച്ചി എന്ന് പറഞ്ഞ പുലിയാണ്. ഉണ്ടാണ്ടിരിക്കും മണി. പുലി. ബാ ഇരിക്ക്. അതെ, എനിക്ക് ഇപ്പൊ വിശപ്പില്ല. ആന്റി കഴിച്ചു? എനിക്കും വിശപ്പില്ല ആന്റി. ഞാൻ നേരത്തെ കഴിച്ചതാ. തൽക്കാലം ആന്റി കഴിക്കും. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ കൂടെ ബാ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതല്ലേ നല്ലത്. ആണ്, പക്ഷെ നമ്മൾ കഴിച്ചോണ്ടേ. കഴിച്ചു. എന്താ വന്നിരുന്നേ? ഇരിക്ക്. എന്താ നിങ്ങൾ തമ്മിൽ വല്ല പിണക്കമുണ്ടോ? അതെ, നിങ്ങളുടെ പിണക്കം തീർക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഭക്ഷണം വേസ്റ്റാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിണക്കമൊക്കെ ഇപ്പം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെയല്ല, ആരോഗ്യത്തിൻ്റെ കാര്യവും അങ്ങനെയല്ല. അതുകൊണ്ട് പിണക്കമൊക്കെ മാറി 2 പേര് ഭക്ഷണം കഴിച്ചേ. എന്താ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശമില്ലേ? അതെ, ഞങ്ങളെ വിരുന്നിന് കഴിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് മര്യാദയാണോ? ആണോ മണി? ഈ ഭക്ഷണമൊക്കെ എടുത്തേ. പിന്നെ അല്ല, മോളിൽ കൊണ്ടുപോയി ചെന്നിട്ട് വേറെ കാര്യം. ആന്റി ഇതെല്ലാം ഇവിടെ കൊണ്ടുപോവാ. അതെ, എന്ത് വാശിയുടെ പേരായാലും ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷെ ഈ രാത്രി ഈ സിറ്റിയില് ഭക്ഷണം കിട്ടാത്ത എത്ര പേരുണ്ടെന്നറിയോ? ഇതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തോളാം. മണി, ഇതെല്ലാം പൊതികളാക്കിയിട്ട് ഇപ്പൊ തന്നെ അവിടെ എത്തിക്കണം. പിള്ളേർക്ക് പിന്നെ എനിക്ക് തരാനുള്ള വാടക നാളെ കിട്ടണം. അല്ല ആന്റി, അത് തരണ്ട. അത് പറഞ്ഞായിരുന്നു. പക്ഷെ ഭക്ഷണത്തിനോട് മര്യാദ കാണിക്കാത്തവരോട് ഞാനും മര്യാദ കാണിക്കത്തില്ല. മനസ്സിലായോ? നടക്കുവാണേ.